എന്നാൽ എന്നോടിത് വേണ്ടായിരുന്നു. അതെന്താടാ? ഞാൻ എന്തിനീ പണിക്ക് പോകുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടെ? ഞാൻ ഇനി എന്ത് ചെയ്യും? ഇനി ഞാനും കൂടെ എവിടെയെങ്കിലും ജോലിക്ക് പോകേണ്ടി വരുമെന്ന് എൻ്റെ പേടി. എടാ ആംബ്രോസേ, എത്ര കാലമായിടാ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യണ്ടേ? എനിക്കാണെങ്കിൽ ഇപ്പം അങ്ങനെയൊക്കെ തോന്നി തുടങ്ങി. തോന്നും. അത് നിനക്ക് തല്ല് കിട്ടിയോണ്ട് തോന്നുക. ആ വേദന അങ്ങ് പോകുമ്പോൾ ഇങ്ങനത്തെ തോന്നലങ്ങ് പോകും. പോണ്ടാ. ഞാൻ പോയിട്ട് വരാളിയാ. രക്ഷപ്പെടില്ലടങ്ങി. നീ പണി എടുക്കണം എന്നൊക്കെ പറഞ്ഞ നിനക്ക് ലൈസൻസ് ഒക്കെ ഉണ്ടോടാവേ? കൊണ്ടുപോയിച്ചാ നിന്റെ ഈ ഫോണില്ലെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. ഞാൻ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഫോൺ ഇരിപ്പുണ്ട് അവിടെ. അത് ഈ തോണ്ടുന്നതല്ല, ഞെക്കുന്നതാ. നിനക്ക് വേണോ? ബേബിച്ചാ എനിക്ക് ഫോൺ തരുവാണെങ്കിൽ ആ ഐഫോൺ തന്നാൽ മതി. അതെന്നടാവേ, നിനക്ക് എപ്പോഴും ഈ ഫോണിൽ തന്നെ ഒരു കണ്ണ്? അത് ബേബിച്ചാൻ്റെ കയ്യിലിരിക്കേണ്ട ഫോണല്ല. പിന്നെ ആരുടെ കയ്യിരിക്കേണ്ട ഫോണാ? അതൊരു വലിയ കഥയാണ് ബേബിച്ചായ. എന്നെ ബേബിച്ചാൻ്റെ അടുത്ത് എത്തിച്ച കഥ. ആ കഥയല്ലേടാവേ, നീ പറഞ്ഞോ, ഞാൻ കേട്ടോണ്ടിരിക്കാം. വാടക ഗുണ്ട. എടാ വാടക ഗുണ്ടെന്ന് എഴുതാനുള്ള വിദ്യാഭ്യാസം ഉണ്ടോടാ നിനക്കൊക്കെ? ചുമ്മാ തള്ളിക്കറി അങ്ങ് ചെന്നേക്കുവാ. നിന്നോടല്ല, എനിക്ക് മറ്റവനോടാ ചോദിക്കണ്ടത്. ആരെ? ആ 4 അടി പൊക്കമുള്ളവനില്ലേ, ആ ധർമ്മക്കാരൻ. ബേബി സാറാണല്ലോ. ഹലോ ബേബി സാറേ. കഴിവേറാത്ത മോനെ, കണ്ടവരൊക്കെ കട്ടത് പൊട്ടിച്ചു തന്നടാ നീ എനിക്ക് വിൽക്കുന്നേ. അത് പിന്നെ നീ മിണ്ടണ്ടടാ, നീ എന്റെ കൈ കിട്ടടാ, കാണിച്ചു തരാം. നിന്നെ 4 അടി വെട്ടി കുറച്ച് 2 അടി ആക്കി തരടാ. വെക്കടാ ഫോൺ. അല്ല ബേബി. വാടക ഗുണ്ട. ഒരു കോഴിയെ കൊല്ലാൻ പോലും ധൈര്യമില്ലാത്ത നീയൊക്കെ എങ്ങനെയാടാ പോയി വാടക ഗുണ്ടാകുന്നത്? എടാ ആ കൊച്ചു നിന്നോട് കാണിച്ച ആത്മാർത്ഥ പോലും നിനക്കില്ലല്ലോടാവൂ. ഒന്നുമില്ലെങ്കിൽ അവള് നിന്നെ കെട്ടി വലിച്ച് ആശുപത്രി കൊണ്ടുപോയില്ലയോ? എന്നാ എന്തിനാ നിന്നെ കൊണ്ട് ആ കൊച്ചാ സാറിനെ തല്ലിക്കുന്നത് നീ ചോദിച്ചിട്ടുണ്ടോ ഇതുവരെ? ശരിയാ, ഞാനത് ചോദിക്കാൻ മറന്നു. അത് ചോദിക്കണം. അതിനകത്ത് ആൾതാമസം വേണം കേട്ടോ. ദാവേ, ഒരു ചാക്കും കൂട്ട് എടുത്തോണ്ട് പോടാ. ഇതാ ഇവിടത്തെ പണി. കുറച്ച് അധ്വാനമുള്ള പണിയാ. ഐശ്വര്യമായിട്ട് അവന്റെ തലയിലോട്ട് വെച്ചു കൊടുക്കും. അങ്ങോട്ട് വെക്കടാ. അച്ചായോ, കാലത്ത് തൊടുപുഴ, വൈകിട്ട് കോട്ടയത്തെ മറ്റേ എസ്റ്റേഡിയിൽ. ഞാൻ ഒരു 6 മണിയാകുമ്പോൾ എത്താൻ രാവിലെ. ശരി, ഓക്കെ. ഡാവേ, ആ ഇങ്ങ് വാ. ഇന്നേ വരെ ബേബി ഒരാൾക്ക് ഒരു സാധനവും വെറുതെ കൊടുത്തിട്ടില്ല. അറിയാം. അതിൻ്റെ ഒരു കൊളുത്തി വലിയ നെഞ്ചിനകത്തുണ്ടെന്ന് കൂട്ടിക്കോ. എന്നാലും സാരമില്ല ഡാവി. ദാ ഈ ഫോൺ ആ കൊച്ചിന് കൊടുക്കാൻ വേണ്ടിയല്ലയോ നീ നന്നാവാൻ തീരുമാനിച്ചേ? കൊടുത്തേക്ക്. എന്നാ കൊണ്ടുപോയി കൊടുക്കടാവേ. ചെല്ലേ. നാളെ മുതൽ നീ പണിക്ക് വരുവടാവേ. അല്ല, നിന്റെ കാര്യം കഴിഞ്ഞല്ലോ. വരും ബേബിച്ചാ. ഇതിന്റെ കാശ് ഞാൻ പണിയെടുത്ത് വീട്ടുകയും ചെയ്യും. നോക്കിക്കോ. എന്നാ ഞാൻ നിനക്കൊരു 100 രൂപ കുറച്ച്. Write it down. Camel is known as the ship of the desert. Camel is known as the ship of the desert. It is the major mode of transportation in desert, especially in South India. And listen here. Okay, let's continue. Common language is Arabic. Spider-Man. Riyadh is the capital of Saudi Arabia. Smile. The other major cities are Dammam, Jeddah. Smile. Okay, kids. That's all for today. Hope you have written it carefully. You'll be having a test next week. Tata. Arya, when is our next class? Ma'am, tomorrow 3rd hour. ചേച്ചി വിഷമിക്കണ്ട, ഞാൻ ശരിക്കും അന്വേഷിച്ചു ചേച്ചി. അനിയനൊക്കെ ആളറിയാം. ഗിരീഷ് അത്ര ദുഷ്ടനൊന്നല്ല, ഇത്തിരി തരികിടയാണെന്ന് മാത്രമാവും പറഞ്ഞേ. ദുഷ്ടനൊന്നും അല്ലായിരിക്കും, പക്ഷെ അവന്റെ വീട്ടിൽ പോയി കിടന്ന പെണ്ണിന്റെ തീറ്റയും കുടിയൊക്കെ. ഞാൻ ആ അമ്മയെ കാണാൻ പോയിരുന്നു. പുള്ളിക്കാരി ഒരു പാവാട്ടോ. പിന്നെ
സനാതനല്ല എവിടെ പോയാലും. ശരിയാ, ഞാനുണ്ടല്ലോ. നീ മിണ്ടി പോരുത്. നീ ഒറ്റ ഒരുത്തിന് അവക്ക് വളം വെച്ചു കൊടുത്ത് ഈ അവസ്ഥയിലാക്കിയത്. എന്തായാലും മോളിപ്പം നല്ല ഹാപ്പിയാ. So that's all for today. We'll continue detail in the next class. Attention students, an important announcement. സ്കൂൾ ആനുവൽ സ്പോർട്സ് മീറ്റ് അടുത്ത തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങളിലായി നടത്തപ്പെടുന്നതാണ്. മത്സരങ്ങളിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ക്ലാസ് ടീച്ചറുടെ കൈവശം പേരുകൾ നൽകേണ്ടതാണ്. താങ്ക് യു. Okay, annual sportsന് പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ മാത്രമേ ഇവിടെ നിൽക്കുക. Others can leave. Ma'am, I am interested. Okay, come. And ऐसे नहीं यार, देखो वो देख, उधर देख मछली. അപ്പം അതാണ് കാര്യം. PT സാറാണ് പ്രശ്നം. അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം ലോങ് ജമ്പിൽ മെഡൽ കിട്ടണമെന്ന്. അവള് പേര് കൊടുത്തിട്ടില്ല. അവളുടെ പേര് ഞാൻ കൊടുത്തോളാം. ബട്ട് ആൻ വന്ന് ചാടണം. ആൻമരിയ മാഡം, वो बुला रहे. നമുക്ക് ലോങ് ജമ്പിന് സമ്മാനം മേടിക്കണ്ടേ? അതിന് പേര് കൊടുക്കണ്ടേ? ഇല്ല, എനിക്ക് കിട്ടൂല. ഡേവിഡ് സർ ഫൗൾ വിളിക്കും. ഏഞ്ചലിന്റെ ബ്ലസ്സിങ് കിട്ടിയ പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. കക്കാടമല അത്ര ദൂരമൊന്നല്ലല്ലോ. ഞാൻ കൊണ്ടുപോവാ. ലോങ് ജമ്പിന് 1ാം സ്ഥാനം വേണമെന്ന്. അതും അവളുടെ അപ്പം മേടിച്ച പോലെ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ. എനിക്കാണ് ആ PT സാറിനെ കാണുമ്പോൾ തന്നെ ഓടാൻ തോന്നും. എൻ്റെ കഷ്ടകാലത്തിന് ഞാനത് കയറിയേക്കുകയും ചെയ്തു. ഈ കൊച്ചുങ്ങളെ സംബന്ധിച്ചിടത്തോളം അതുങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഹീറോ അവരുടെ അപ്പനാ. അപ്പൻ ചെയ്യുന്ന പോലെയൊക്കെ ചെയ്യാൻ ഏത് കൊച്ചുങ്ങളും ആഗ്രഹിക്കൂടാവേ. അതിന് അതുങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നീ എൻ്റെ മൂത്ത മോൻ സണ്ണിയെ കണ്ടിട്ടില്ലയോ? അവൻ്റെ മൂത്തൊരു മോളുണ്ടായിരുന്നു എനിക്ക്, സെലീന. അവൾ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പം ഒരു ദിവസം വീട്ടിൽ വന്നേച്ചും പറഞ്ഞു, സ്കൂളിലെ കലോത്സവത്തിന് ഒപ്പനയ്ക്ക് മണവാട്ടിയാവാൻ അവളെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന്. ടീച്ചർമാരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. കൊച്ചിനെ കാണാൻ നല്ല ചേലായിരുന്നേ. അവളുടെ തള്ളയെ പോലെയാ. അപ്പം ഈ മണവാട്ടിയുടെ ഉടുപ്പിനും ചിലവിനും ഒക്കെ ആയിട്ട് ഒരു 100-300 രൂപ വേണമെന്ന് പറഞ്ഞു. ഞാൻ എടുത്ത വായല പറഞ്ഞു, കാശിലവില്ലാത്ത മണവാട്ടി ആവുന്നേ ആയാൽ മതിയെന്ന് പറഞ്ഞു. കൊച്ചു വാശി പിടിച്ച് കുറേ കരഞ്ഞു. അവളെ തള്ളയാവുന്നത് പറഞ്ഞു. ആ കൊച്ചു ഒരുപാട് ആഗ്രഹിച്ചതല്ലേ, നിങ്ങൾക്കൊരു 300 രൂപ കൊടുത്തൂടെയെന്ന്. ഞാൻ അന്നേ അർക്കീസാ. ഞാൻ കേട്ടില്ല. അവസാനം കലോത്സവത്തിൻ്റെ അന്ന് അവൾ കെറിവിച്ച് സ്കൂളിൽ പോയില്ല. അവരെല്ലാവരും കൂടെ അമ്മ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. പോകുന്ന പോക്കിൽ ആ ഓട്ടോയിൽ ഒരു പ്രൈവറ്റ് ബസ് വന്ന് ഇടിച്ചു. ഒരു ദിവസം ബോധമില്ലാതെ എൻ്റെ കൊച്ചു ICU കിടന്നു. ഞാൻ ചങ്കും തല്ലി ഓടിച്ചെന്നു. എപ്പോഴോ ഓർമ്മ വന്നപ്പോൾ എൻ്റെ കൊച്ചെൻ്റെ കയ്യെ പിടിച്ച ചോദിക്കുക, പാപ്പാ 1 രൂപ തന്നിരുതേ, എനിക്കിത് വല്ലതും വരുമായിരുന്നു എന്ന്. അത് പറഞ്ഞിട്ട് പിറ്റേന്ന് എൻ്റെ കൊച്ചു പോയടാവ്. അന്നുപോലെ ഞാൻ ഈ മുസ്ലിം കല്യാണങ്ങൾക്കൊന്നും വിളിച്ചാൽ പോവുകയല്ല. കൂട്ടുകാരും നാട്ടുകാരും ഒക്കെ വിളിച്ചാലും ഞാൻ എന്നായാലും പറഞ്ഞങ്ങ് ഒഴിവാവും. എനിക്ക് മണവാട്ടികളെ കണ്ടെടുക്കാൻ വലിയ പ്രയാസമാണ്. എൻ്റെ കൊച്ചു ഒരുപാട് ആഗ്രഹിച്ചതല്ലേടാവേ ആ വേഷത്തിൽ ഒന്നിക്കാൻ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കൊച്ചുങ്ങൾ എന്നായാലും ആഗ്രഹം പറഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുവാന്നെ അതങ്ങ് സാധിച്ചു കൊടുത്തേക്കണം. വലുതായ പിന്നെ ഈ കൊച്ചുങ്ങൾക്ക് ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊന്നും ഉണ്ടാകുകയല്ലേടാവേ. അതുകൊണ്ട് ഈ കൊച്ചു പറയുന്നത് എന്നാന്ന് വെച്ചാൽ, നിന്നെ കൊണ്ട് പറ്റുവാന്നെ അതങ്ങ് സാധിച്ചു കൊടുക്കും. അത് മെഡലാന്നേ മെഡൽ, മാലാകയാന്നേ മാലാക. പിന്നെ ഇപ്പം ആ കൊച്ചിന് ചാടാൻ പേടിയാന്നല്ലേ നീ പറഞ്ഞത്? നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പേടിയുള്ള കാര്യങ്ങൾ വേണം കൂടുതൽ ചെയ്യാൻ. എന്നാലേ ഒരു ധൈര്യം ഉണ്ടാവും. നീ പറ കൊച്ചിനോട്. മലമണ്ടയിൽ മാലാകേണ്ടെന്ന് പറഞ്ഞുകൊണ്ടായിട്ട് മാലാക വന്നില്ലെങ്കിലോ? ഇതാണോ ഇപ്പം എത്ര വലിയ കാര്യം?
ഈ കൊച്ചിനെ വരെ മാലാകയെ കണ്ടിട്ടുണ്ടോ? ഇല്ല. നീ ആരെങ്കിലും കാണിച്ച് ഇതാണ് മാലാക എന്ന് പറഞ്ഞ് ആ കൊച്ചിനെ കൊണ്ട് ഒന്ന് കൺവിൻസ് ചെയ്യിക്കാനാണോ അവിടെ പ്രയാസം? എന്നാ പിന്നെ നമുക്ക് കൊച്ചിനെ കൺവിൻസ് ചെയ്ത് കളയാം. എടാ എങ്ങനെയാന്ന് പറ. നീ ഒരു 2000 രൂപ ചെലവായി കഴിഞ്ഞാൽ വെറും ഏഞ്ചലല്ല, നല്ല മാലാഖയെ പോലെ ഏഞ്ചല് അവിടെ വരും. 2000 രൂപയൊക്കെ തരാം. ആര് വരുന്നാ പറഞ്ഞേ? ഞാൻ വരും, ഈ ഏഞ്ചല് വരും. ഒരു മാതിരി ചേപ്പത്തരം പറയട്ടോ നാടുകാണി. നീ വെളിച്ചപ്പാടല്ലോ. നീ ഒരു മാതിരി ചേപ്പത്തരം പറയല്ലേട്ടാ. എടാ ഞാൻ വർഷങ്ങളായിട്ട് ഈ വെളിച്ചപ്പാടായിട്ട് ഇവിടെ കൺവെൻഷൻ കണ്ടിരിക്കല്ലേ. എന്താ നീ കൺവെൻഷൻ അല്ലേ? ഈ നാട്ടുകാർ കൺവെൻഷൻ അല്ലേ? പിന്നെയാണാടാ ഒരു ചെറിയ കൊച്ചി നല്ല പുഷ്പം പോലെ കൺവെൻഷൻ നോക്കാം. എന്താ പോരെ? എടാ അത് ഗിരീഷ നീ ചെല്ലു ഗിരീഷ, മല മുകളിൽ ഏഞ്ചല് വന്നിരിക്കും.